ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ പഴയ രീതിയിലുള്ളൊരു ഹെൽത്തി തനി നാടൻ ഒഴിച്ചുകറിയാണ്. ചക്കക്കുരു വെള്ളരിക്ക കറി നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവരും ലൈക്ക് അടിച്ച് വീഡിയോ കാണാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഞാൻ വെള്ളരിക്കയുടെ പകുതിയാണ് എടുക്കുന്നത്. ഈ വെള്ളരിക്കയുടെ പകുതി എടുക്കാം. ഈ ഒരു ഭാഗമാണ് എടുക്കുന്നത്. ചക്കക്കുരു അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് 3 കഷ്ണങ്ങളാക്കുന്നുണ്ട്. ഒരു ചക്കക്കുരു ഇങ്ങനെ നടുവേ പിളർന്ന് 3 കഷ്ണങ്ങളാക്കി ഞാൻ വെള്ളത്തിനകത്തോട്ട് അരിഞ്ഞിടുവാണേ. അങ്ങനെ ഞാനിതിൻ്റെ എല്ലാം തൊലിയെല്ലാം വൃത്തിയാക്കി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ആദ്യം. അങ്ങനെ ഞാൻ നമ്മുടെ ചക്കക്കുരുവും വെള്ളരിക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളരിക്ക ഇതേ വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. കുക്കറിനകത്തോട്ട് ചക്കക്കുരുവും വെള്ളരിക്കയും കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചക്കക്കുരു എല്ലാം ഇട്ട് കൊടുത്തു. നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് ഒരൊറ്റ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ടേ. പിന്നെ കഴുകി വെച്ചേക്കുന്ന വെള്ളരിക്കയും കൂടെ ഇട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന വെള്ളരിക്ക കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കുവാണേ. കൂടെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 1 സ്പൂണും ചേർത്തിട്ടുണ്ടേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ കേട്ടതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ആക്കിയേക്കാം. നമ്മുടെ കറി വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി അരമുറി തേങ്ങയും 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് 3ഉം കൂടെ നന്നായി അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. അരപ്പെല്ലാം നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുക്കറിൻ്റെ ആവിയെല്ലാം പോയിരിക്കുകയാണേ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. അരപ്പ് ചേർക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ഉടയ്ക്കുക. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ചെറുതീയിലിട്ടൊന്നുകൂടെ വേവിക്കാം. അരപ്പെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടില്ലേ, ചെറു തീയിൽ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂട് പിടിച്ചാൽ മതിയേ. അരപ്പൊക്കെ നന്നായി ചൂട് പിടിച്ചിരിപ്പുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്ത് താളിക്കാവേ. ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാവേ. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും മുളകും എല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത്. കടുക് വറുത്തത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചേക്കാവേ. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ വെള്ളരിക്ക ചക്കക്കുരു ഇട്ട കറി
തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. കമൻ്റൊക്കെ എഴുതാൻ മറക്കല്ലേ. അതുപോലെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് നാളെ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.